യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ദേശനാഥനായ ശ്രീപൂർണ്ണ ദേശദേവതയായ കൊട്ടാരത്തിലമ്മയുടെയും അനുഗ്രഹത്താൽ മരടിന്റെ മണ്ണിലേക്ക് വീണ്ടും ഒരു സപ്താഹ മഹോത്സവം വരികയാണ്. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം 2026 ഡിസംബർ 17 മുതൽ 27 വരെ കൊട്ടാരത്തിലമ്മയുടെ മണ്ണിൽ നടക്കുന്നതിന് സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഈ മഹാസത്രത്തിന്റെ സ്വാഗത സംഘം ഓഫീസിന്റെയും ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവുമാണ് ഇന്ന് വേദിയിൽ നടക്കാൻ പോകുന്നത്. താഴെ പറയുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി 43ാമത് അഖില ഭാരത ശ്രീമദ് മഹാസത്രത്തിന്റെ വർക്കിംഗ് ചെയർമാനായ MC ബാലഗംഗാധരനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിന്റെ ചെയർമാൻ ശ്രീ G. ശ്രീകുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാർത്ഥി സംഘടനയുടെ പൊതുരംഗത്തെത്തി KSU എറണാകുളം ജില്ലാ സെക്രട്ടറി, പിന്നീട് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, 2013 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, 2015 അയ്യപ്പൻകാവിൽ നിന്നും കൊച്ചിൻ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അയ്യപ്പൻകാവിൽ നിന്നും നഗരസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ഡെപ്യൂട്ടി മേയർ എന്നീ പദവികൾ അലങ്കരിച്ച ഇപ്പോൾ രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ നിന്നും അനുസരിച്ച് വൻ ഭൂരിപക്ഷത്തോടെ നമ്മുടെ പ്രിയങ്കരനായ MLA ആയി മാറിയ ശ്രീമാൻ ദീപക് ജോയിയെ ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ശ്രീമതികൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിന്റെ മുതിർന്ന കാരണവരുകൂടിയായ ശ്രീ അരവിന്ദ് അക്ഷരൻ മുന്നൂറുപള്ളിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മരട് നഗരസഭയുടെ ചെയർപേഴ്സണായ ശ്രീമതി അജിത നന്ദകുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമാൻ PL ബാബുവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മരട് നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീ ജിൻസൺ പീറ്റർ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മരട് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് AU വിജുവിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്ര സമിതി ഗുരുവായൂരിലെ പ്രസിഡന്റ് ശ്രീ PS ശ്രീകുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രസമിതി ഗുരുവായൂർ സെക്രട്ടറി TJ പത്മനാഭൻ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ശ്രീമതി ഉണ്ണിമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ അഗ
या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै 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 नमो സ്വാഗതം ആശംസിക്കുന്നതിനായി 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ വർക്കിംഗ് ചെയർമാനായ ശ്രീ NC ബാലഗംഗാധരനെ ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മേ നാരായണ പൂർണ്ണത്രയീശായ നമഃ. 43ാമത് ഭാഗവത മഹാസത്രം നമ്മുടെ ദേവിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുകയാണ്. 2026 ഡിസംബർ 17 മുതൽ 27 വരെയുള്ള 11 ദിവസങ്ങളിലായിട്ടാണ് ഈ മഹാസത്രം ഇവിടെ നടക്കുക. മഹാസത്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ആസൂത്രണം ചെയ്യുവാനുമായിട്ട് നമുക്ക് ഇന്ന് കമനീയമായ ഒരു സ്വാഗത സംഘം ഓഫീസ് തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത്. ഭാഗവത സത്രം ഇവിടെ നടത്തുവാനുള്ള ഒരു രണ്ടാമതും ഈ സത്രം ഇവിടെ നടത്തുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ലഭിച്ചത് വലിയൊരു കാര്യമാണ്. ഭാഗവതം എന്ന് പറയുമ്പോൾ തന്നെ ഭഗവാന്റെ ലീലകളും ഭഗവാനുമായി ബന്ധപ്പെട്ട ഭക്തിസാന്ദ്രമായ കഥകളുമൊക്കെ ശ്രവിച്ച് നമ്മുടെ മനസ്സുകളിൽ വീണ്ടും ഒരു ആത്മീയ ചൈതന്യം നിറയ്ക്കുവാനുള്ള ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കൈവന്നിരിക്കുന്നത്. ഭഗവാൻ ഭഗവതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അഷ്ടൈശ്വര്യങ്ങളോട് കൂടിയവർ എന്നാണ് അതിനർത്ഥം. അഷ്ടൈശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗ ശബ്ദത്തിന് ഐശ്വര്യം എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ ഭഗവാൻ ആരാണ് ഭഗവതി ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്തായാലും ഐശ്വര്യത്തിന്റെ മൂർത്തിമദ്ഭാവം എന്ന ഒരർത്ഥത്തിലാണ് നമ്മളെല്ലാവരും സാമാന്യമായിട്ട് പ്രയോഗിക്കാറുള്ള പദമാണ് ഭഗവാൻ എന്നും ഭഗവതി എന്നും ഒക്കെ. പക്ഷേ അതിന്റെ അർത്ഥം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും അണിമാ മഹിമാ ചെയ്വ ലഘിമാ ഘരിമാ തഥാ ഈശിത്വഞ്ച വശിത്വഞ്ച പ്രാപ്തി പ്രാകാശ്യമേവച്ച, ഇങ്ങനെയാണ് അഷ്ടൈശ്വര്യങ്ങൾ. ഈ വിധ 8 ഐശ്വര്യങ്ങളുടെയും മൂർത്തിമദ്ഭാവമാണ് ഭഗവാൻ ഭഗവതി എന്നൊക്കെ പറയും. അപ്പോ ഈ ഒരു സൗഭാഗ്യം നമുക്ക് ഐശ്വര്യവും
ഭഗവത് സേവയുമൊക്കെ നടത്തണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഭക്തിയാണ്. ഭക്തി ഉണ്ടാവുന്നതിന് ഭക്തിയുടെ പ്രാധാന്യം എന്താണെന്നും ഒക്കെ പറയുന്നത് ഭാഗവത പുരാണത്തിലാണ്. ഭാഗവത പുരാണം രചിച്ചിട്ടാണ് വേദവ്യാസന് പൂർണ്ണമായ സംതൃപ്തി കൈവന്നത് എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മഹാഭാരതവും 18 പുരാണങ്ങളും ഒക്കെ രചിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു ശാന്തിയോ സ്വസ്ഥതയോ കൈവന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞതനുസരിച്ചാണ്, ഹേ വ്യാസ, നിങ്ങൾ വലിയ വലിയ രചനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എന്നെക്കുറിച്ച് വ്യക്തമായിട്ട് എന്നിലേക്ക് അടുപ്പിക്കുന്ന ആൾക്കാരെ, ജനങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രചന ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് ഉള്ള ഒരു കാവ്യം രചിക്കാൻ ഇപ്പോൾ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുസരിച്ചിട്ടാണ് വേദവ്യാസൻ ഭാഗവത പുരാണം രചിച്ചത്. ആ ഭാഗവത പുരാണത്തിന്റെ പാരായണവും സത്രവുമാണ് നമ്മുടെ ഇവിടെ ആലോചിച്ചിട്ടുള്ളത്. അതിന് ഒരാസ്ഥാനം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഏതായാലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്ഷേത്ര മാതൃകയിൽ തന്നെ ഒരു സ്വാഗത സംഘം ഓഫീസ് നമുക്ക് തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ ബുദ്ധിയും സിദ്ധിയും ഒക്കെ നമ്മുടെ തന്നെ കൂട്ടത്തിലുള്ള ചില ആൾക്കാരാണ് അതിനെ ഭാവന ചെയ്ത് ഈ രൂപത്തിൽ ആക്കിയെടുത്തത്. ശ്രീ വിനോദ കളപ്പുരയ്ക്കലൊക്കെ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഏതായാലും അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് എത്തിയിട്ടുള്ള വേദിയിലിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യുക എന്നുള്ള പ്രവൃത്തിയിൽ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷം വഹിക്കുന്നത് ഇവിടുത്തെ സത്ര സമിതിയുടെ അധ്യക്ഷനായ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മരട് നിവാസിയാണ്, എല്ലാവർക്കും അറിവുള്ളതാണ്. അദ്ദേഹത്തെ ഔപചാരികമായി ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ ഈ ഓഫീസ് ഉദ്ഘാടനം, നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സമാരാധ്യനായ ആദരണീയനായ MLA ശ്രീ ദീപക് ജോയിയാണ്. അദ്ദേഹം കൊട്ടാരത്തിലമ്മയുടെ ഒരു ഭക്തൻ കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പും ഇവിടം സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ സമീപത്ത് തന്നെയുള്ള ആളായതുകൊണ്ടും നമുക്ക് അദ്ദേഹത്തിന്റെ സേവനവും സഹായവും ഒക്കെ ഈ കാര്യങ്ങളിൽ എപ്പോഴും ലഭിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഭദ്രദീപം തെളിയിക്കാൻ എത്തിച്ചേരാമെന്നേറ്റിരുന്നത് നമ്മുടെ തന്ത്രി ഇദ്ദേഹം എത്തിയിട്ടില്ല. നമ്മുടെ ദേവസ്വത്തിലെ തന്നെ മുതിർന്ന മെമ്പറായ ശ്രീ അരവിന്ദാക്ഷമേനൻ, അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് നമ്മുടെ ദീപം തെളിയിക്കുന്നത്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ലോഗോ പ്രകാശനമാണ്. നമ്മുടെ സത്രത്തിന് ഒരു ലോഗോ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശനം നിർവഹിക്കുന്നത്
നമ്മുടെ നഗരസഭാധ്യക്ഷ ശ്രീമതി അജിത നന്ദകുമാർ ആണ്. മാഡത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിന് ശ്രമിക്കുന്നില്ല. കാരണം ഈ മരടുമായിട്ട് ഇഴുകിച്ചേർന്ന് ക്ഷേത്രവുമായിട്ടും നമ്മുടെ നാട്ടുകാരുമായിട്ടും എല്ലാ വിഷയങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായതുകൊണ്ട് പ്രത്യേകിച്ചൊരു മുഖവുരയുടെ ആവശ്യമില്ല. ശ്രീമതി അജിത നന്ദകുമാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുകൂടാതെ നഗരസഭാധ്യക്ഷ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ സത്രത്തിന്റെ രക്ഷാധികാരി കൂടിയാണ്. അത് ദേവസ്വത്തിലും ദേവസ്വം മെമ്പറാണ്. അത് പിന്നെ ഓൾറെഡി ആണ്. ഏതായാലും മാഡത്തെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൃപ്പൂണിത്തുറ നഗരസഭാധ്യക്ഷൻ ശ്രീ PL ബാബു അവറുകളാണ്. PL ബാബു നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന തരത്തിലുള്ള ബന്ധം തന്നെയാണ്. കാരണം പൂണിത്തുറയിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭാധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ സേവനവും നമുക്ക് എപ്പോഴും ലഭിക്കും. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ ജിൻസൺ പീറ്റർ. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. മരട് മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷനാണ്. അദ്ദേഹം നമ്മുടെ സത്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയം മുതൽ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് എല്ലാവിധ സഹായവും സേവനവും അദ്ദേഹം നൽകി വരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്ത ശ്രീ AU വിജു നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം നമ്മുടെ ഇവിടുത്തെ എല്ലാവർക്കും സുപരിചിതനാണ്. വിജു എന്ന് പറഞ്ഞാൽ നമ്മുടെ മരട് നിവാസി സമീപത്ത് തന്നെയുള്ള ആളാണ്. അദ്ദേഹവും നമ്മുടെ ക്ഷേത്രകാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി നമ്മുടെ സത്രത്തിന്റെ കേന്ദ്ര സമിതി അധ്യക്ഷനായ ശ്രീ PS ശ്രീകുമാർ അവർ, അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീകുമാർ, അദ്ദേഹം ഇവിടെ ഉണ്ട്. അവര് കേന്ദ്ര സമിതിയിലെ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇവിടെ സന്നിഹിതരാണ്. ശ്രീ ശ്രീകുമാർ സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേന്ദ്ര സത്രസമിതിയുടെ സെക്രട്ടറിയായ ശ്രീ TG പത്മനാഭൻ നായർ സാറാണ് അടുത്തത്. അദ്ദേഹം സമിതിയുടെ സെക്രട്ടറിയാണ്. നമുക്ക് ഏറെ സുപരിചിതനാണ് അദ്ദേഹം. കഴിഞ്ഞ 2017 സത്രകാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സത്രസമിതിയിൽ തന്നെ ഉള്ള വേറെയും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് എല്ലാവരെയും തന്നെ സ്വാഗതം ചെയ്തുകൊള്ളും. പിന്നെ നമ്മുടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതിനായിട്ട് ശ്രീ സത്രസമിതിയുടെ ട്രഷററായിട്ടുള്ള ശ്രീ നാരായണ സ്വാമി, വൈസ് പ്രസിഡന്റ് അല്ലെ, അദ്ദേഹത്തെയും അതുപോലെ ശ്രീനി ട്രഷറർ, അദ്ദേഹത്തെയും ഒക്കെ നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു.
പിന്നെ നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുവാനായിട്ട് നമ്മുടെ ദേവസ്വം അംഗങ്ങൾ 350-ലധികം അംഗങ്ങളുണ്ട്. അവർക്കൊക്കെ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. അസൗകര്യങ്ങൾ പലതുണ്ട്. ഇന്ന് ഒരുപാട് വിവാഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ദിവസമാണ്. ഏതായാലും ദേവസ്വം മെമ്പർമാരെയും ചേരുവാരം അംഗങ്ങളെയും മരട് പൂണിത്തുറ കരയോഗങ്ങളുടെ പ്രസിഡന്റുമാര്, അതുപോലെ നമ്മുടെ ദേവസ്വത്തിന്റെ സ്ഥിരം കമ്മിറ്റിയിലെ അംഗങ്ങള്, പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ ഒരുപാട് എല്ലാവരും തന്നെ നമ്മുടെ ആൾക്കാര്, നമ്മുടെ ഈ സത്രം നടത്തിപ്പുകാര് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ ചെയർമാനും സീനിയർ അഡ്വക്കേറ്റുമായ ശ്രീ ജി ശ്രീകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഇനാഗുറേഷനാണെന്നുള്ളത്. അതിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MLA ശ്രീ ദീപക് ജോയ്, ലോഗോ പ്രകാശനം നിർവഹിക്കാൻ വന്നിട്ടുള്ള മരട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി അഹിത നന്ദകുമാർ, വെബ്സൈറ്റ് ഉദ്ഘാടനത്തിനെത്തിയിട്ടുള്ള ശ്രീ PL ബാബു, ചെയർപേഴ്സൺ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, ശ്രീ ജിൻസൺ പീറ്റർ, വൈസ് ചെയർപേഴ്സൺ മരട് നഗരസഭ, ശ്രീ AU ബിജു, പ്രതിപക്ഷ നേതാവ് മരട് നഗരസഭ, അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീകുമാർ, സെക്രട്ടറി അഖില ഭാരത ശ്രീമദ് ഭാഗവത് സത്രസമിതി ഗുരുവായൂർ ശ്രീ TG പത്മനാഭൻ നായർ, ഇന്ന് ഇവിടെ ഭദ്രദീപം തെളിയിക്കുന്ന ശ്രീ അരവിന്ദാക്ഷമേനോൻ, സ്വാഗതം ആശംസിച്ച ശ്രീ NC ബാലഗംഗാധരൻ വർക്കിംഗ് ചെയർമാൻ, ശ്രീ MK നായർ ചെയർമാൻ പ്രോഗ്രാം കമ്മിറ്റി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഒരു നീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം മരടിൻ്റെ ഭൂമിയിലേക്ക് രണ്ടാമതായി എത്തിയിരിക്കുകയാണ്. 35ാമത് മഹാസത്രം ഏറ്റവും ഭംഗിയായി നടത്തിയതിൻ്റെ ഒരു ഫലപ്രാപ്തി എന്ന് വേണം ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. പൂർണ്ണത്രേശ്യൻ്റെയും കൊട്ടാരത്തിലമ്മയുടെ അനുഗ്രഹം കൊണ്ട് വീണ്ടും ആ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇത് എത്രയും ഭംഗിയായി നടത്തുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രാരംഭം എന്ന നിലയിലാണ് ഇന്നത്തെ ഈ സമ്മേളനം. ഈ സ്വാഗത സംഘം ഓഫീസ് വളരെ മനോഹരമായിട്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നിർമ്മിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, എങ്കിലും ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശ്രീ TG പത്മനാഭൻ നായർ അവർ എഴുതിയ ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം വളരെ സംക്ഷിപ്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്,
ആത്മീയതയെ അന്ധവിശ്വാസമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാഗവത സത്രങ്ങൾ മനുഷ്യൻ്റെ ആന്തരിക സമാധാനത്തിനും സാമൂഹിക ഐക്യത്തിനും എത്രത്തോളം അനിവാര്യമാണ്, അതുപോലെ തന്നെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ സമ്പന്നമാക്കിയെങ്കിലും മനസ്സിൻ്റെ ശാന്തിയും ആത്മാവിൻ്റെ തൃപ്തിയും നൽകാൻ കഴിയുന്ന ശക്തി ആത്മീയതയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഭാഗവത സത്രങ്ങൾ വെറും മതപരമായ ചടങ്ങുകളല്ല, അവ മനുഷ്യൻ്റെ അന്തർലോകത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മീയ നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ്. ഇതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തിരിക്കുകയാണ്. ഈ മഹാസത്രം എന്ന മഹായജ്ഞത്തിൽ പങ്കെടുക്കുവാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതെത്രയും ഭംഗിയായി നടത്താൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനമാണ് അടുത്തത്. അതിനായി ആദരണീയനായ നമ്മുടെ MLA ശ്രീ ദീപക് ജോയ് സാറിനെ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനുമായി ക്ഷണിച്ചുകൊള്ളുന്നു. അതിനുശേഷം ഓഫീസിൽ ഭദ്രദീപം തെളിയിക്കുന്നതിനായി മുതിർപ്പള്ളി അനിതാക്ഷമേനയെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം ചൊല്ലണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ ഹരേ, ഹരേ
അധ്യക്ഷൻ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ചെയർമാൻ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ശ്രീ PL ബാബു, വൈസ് ചെയർമാൻ ശ്രീ ജിൻസൺ പീറ്റർ, പാലക്കാട് നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ AU ബിജു, അഖില ഭാരത ശ്രീമദ് ഭാഗവത സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീകുമാർ, സെക്രട്ടറി ശ്രീ TG പത്മനാഭൻ നായർ, ഇവിടെ ഭദ്രദീപം തെളിയിച്ച അരവിന്ദാക്ഷ മേനോൻ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിന്റെ ഒരുക്കങ്ങളുടെ ഔദ്യോഗികമായ തുടക്കമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഡിസംബർ 17 മുതൽ 27 വരെ നടക്കുന്ന ഈ സത്രം ഈ പുണ്യഭൂമിയിൽ ജ്ഞാനത്തിന്റെ കേന്ദ്രമായി മാറുകയാണ്. ഈ മഹാസത്രം നടത്തുക എന്നുള്ളത് ഒരു ഭീമമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ സമിതിയിൽ നമ്മളെല്ലാവരും തന്നെ. ഇന്ന് 3 ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം, ലോഗോ പ്രകാശനം, വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തുകയാണ്. നമുക്ക് വിവരസാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി കൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഘട്ടമായി തന്നെയാണ് ഈ വെബ്സൈറ്റും ഓഫീസ് ലോഗോ പ്രകാശനവും ഒക്കെ നടക്കുന്നത്. ഈ മഹാസത്രത്തിന്റെ കേവലം ഒരു ഭാഗവതം എന്നുള്ളത് കേവലം ഒരു പുരാണ ഗ്രന്ഥമല്ല. അത് ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വശാസ്ത്രമാണ്. ഇന്നത്തെ തിരക്കുകളുടെയും സമ്മർദ്ദങ്ങളുടെയും ഒക്കെ നാളുകളിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് വലിയ തിരക്കുകളുണ്ടെങ്കിലും നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാകുന്നതിനുള്ള വഴികളാണ് ഇതെല്ലാം തന്നെ. ഈ സമ്മർദ്ദത്തെ എല്ലാം മാറ്റി നിർത്താൻ ഈ പരസ്പര സ്നേഹവും ഒക്കെയായി ഇത്തരം സത്രങ്ങൾ നടത്തപ്പെടേണ്ടതുണ്ട്. ജനങ്ങളിൽ നന്മയും അതോടൊപ്പം തന്നെ അത് ഒത്തുചേരലിന്റെ കൂടിയുള്ള ജാതിമത ഭേദമന്യാണ് ഇവിടെ സത്രങ്ങൾ നടക്കേണ്ടത്. എല്ലാവരും ഒന്നിച്ച് ഈ സത്രത്തിന്റെ ഭാഗമാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇത് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും ഒത്തുകൂടാനുള്ള വേദിയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാൽപ്പത്തിമൂന്നാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ ലോഗോ പ്രകാശനമാണ്. അതിനായി ആദരണീയായ ചെയർപേഴ്സൺ ശ്രീമതി അജിത നന്ദകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
അമ്മേ ശരണം, ഗുരുവായൂരപ്പ ശരണം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ ജി ശ്രീകുമാർ, ഇത് ഉദ്ഘാടനം ചെയ്ത അന്നത്തെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ തൃപ്പൂണിത്തുറ MLA ശ്രീ ദീപക് ജോയ്, ഭദ്രദീപം തെളിയിച്ച നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അരവിന്ദൻ ചേട്ടൻ, വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൃപ്പൂണിത്തുറ MLA ശ്രീ PL ബാബു, വേദിയിലിരിക്കുന്ന മരട് നഗരസഭയുടെ ചെയർപേഴ്സൺ ബഹുമാന്യായ ജിൻസൺ പീറ്റർ, ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തകനായ കൗൺസിലർ ശ്രീ AU ബിജു, വേദിയിലിരിക്കുന്ന അഖില ഭാരത ഭാഗവത സത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീകുമാർ, സെക്രട്ടറി ശ്രീ TG പത്മനാഭൻ നായർ, അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെ ഭാരവാഹികളെ, മരട്ടിൽ കൊട്ടാരം ഭഗവതി ദേവസ്വം ഭാരവാഹികളെ, NSSന്റെയും ഇരു ചേരുവാരങ്ങളുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം മരട്ടിൽ കൊട്ടാരത്തിലമ്മയുടെ മടിത്തട്ടിലേക്ക് ആഗതയായിരിക്കുകയാണ്. നമ്മൾക്കെല്ലാം ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന സത്രമാണിത്. 2017ലും സത്രമുണ്ടായി. വളരെ ധാരാളം ആളുകൾ, എനിക്ക് തോന്നുന്നു ബോംബെ തുടങ്ങിയ വൻ നഗരങ്ങളിലുള്ള ആളുകളുടെ പങ്കാളിത്തവും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു പങ്കാളിത്തവും ഉണ്ടായി. ജനസമുദ്രമായിരുന്നു ആ 10 ദിവസം. ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും പുതിയ വിസിറ്റേഴ്സിനെ കൊണ്ടും പുതിയ ആളുകളെ കൊണ്ടും പല ഭാഷയും വർണ്ണവും ഒന്നും ഇല്ലാതെ നമ്മളെല്ലാവരെയും ഒന്നായി സ്വീകരിച്ച ഒരു കാലഘട്ടത്തായിരുന്നു 10ാമത്. അതേപോലെ തന്നെ നമുക്ക് ഈ 2017 നടത്തിയ പോലെ അതിനേക്കാളും ഭംഗിയായി, അതിനേക്കാളും നമ്മളൊന്നും കൂടി എക്സ്പീരിയൻസ് ആയി, എന്തൊക്കെ ചെയ്യണമെന്നല്ല നമുക്കൊരു മുൻവിധിയായി. മറ്റത് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം വെറുതെ ആകെ പകച്ചു നിന്ന സമയത്താണ് നമ്മൾ അത്ര ഭംഗിയായിട്ട് നടത്തിയത്. ഇതെല്ലാം നമ്മൾക്ക് ഒറ്റക്കെട്ടായി നടത്തുവാനുള്ള ആർജവം കൊട്ടാരത്തിലമ്മയും ഗുരുവായൂരപ്പനെല്ലാം നമുക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതേപോലെ ആ ലോഗോല ഗുരുവായൂരപ്പന്റെ മുഖം കാണാൻ എന്ത് ഭംഗിയല്ല, നല്ല ഒരു കുട്ടിത്തമുള്ള നല്ലൊരു, നമുക്കത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയും ആ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ, കൊട്ടാരത്തിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനമാണ് അടുത്തത്. അതിനായി ആദരണീയനായ തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ ശ്രീ PL ബാബു സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ ദീപക് ജോയ്, ശ്രീ അഭിഭാഷകൻ ശ്രീ ശ്രീകുമാർ സാർ, എൻ്റെ സഹപ്രവർത്തകയായിട്ടുള്ള നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി അജിത നന്ദകുമാർ, ശ്രീ ജിൻസൺ പീറ്റർ, ശ്രീ അരവിന്ദാക്ഷമേനോൻ, ശ്രീ ബാലഗംഗാധരൻ സാർ, ശ്രീ ബിജു, മറ്റ് വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു നാട്ടിൽ നിന്നാണ് ജനിച്ചു വളർന്നത്, പൂണിത്തുറ കൊട്ടാരം. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ത്രിമൂർത്തികളെ അറിയാം, ഹരിസാറ്, ഭരത് നമ്പ്യാര്, ബാലമേനോൻ, 3 പേര്. ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വൈദ്യലിംഗ ശർമ്മയുടെ ഭാഗവത സപ്താഹം ഉണ്ടായിരുന്നു. ഈവൺ അദ്ദേഹം അപൂർവങ്ങളായിട്ട് അങ്ങോട്ട് നടത്തിയിട്ടുള്ളൂ. ഈ സപ്താഹം നടത്തിയിട്ടുള്ളത് വളരെ അപൂർവമായി. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വികൃതികളായിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. പലവിധ ഓഫറുകൾ തന്നിട്ട് ബഹളം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ബാലമേനോൻ എന്നെ, അന്ന് നമ്മുടെ ചെറിയ കൂട്ടുപേരയ്ക്കകത്താണ് ഇതെല്ലാം നടക്കുന്നത്,
അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇരുത്തി. അവിടെ ചെന്ന വഴി ഞാൻ കേൾക്കുന്നത് അംബരീക്ഷന്റെ കഥയാണ്. ഇപ്പോൾ ഒരു ഏറ്റവും ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പര്യായം അംബരീക്ഷനാണ് വാസ്തവത്തിൽ. അപ്പൊ ആ കഥ രണ്ട് ദിവസത്തേക്ക് നീണ്ടു നിന്നു. അപ്പൊ അതുകൊണ്ട് 2 ദിവസം അവിടെ പോകേണ്ടി വന്നു. പക്ഷെ പിന്നെ അത് അവസാനിക്കുന്നത് വരെ അവിടെ ഇരുന്നു. അതുകൊണ്ട് എന്താ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കളത്തിനകത്തായി, അല്ലെങ്കിൽ കളത്തിന് പുറത്തായിരിക്കും. കളത്തിന് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വംഭരൻ സാറിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ അദ്ദേഹം ഇതിഹാസങ്ങളെ കുറിച്ച് പറയുന്നത് യുക്തി, ചരിത്രം, അതുപോലെ തന്നെ മൂല്യം. ഇതിഹാസം എന്ന് പറയുന്ന വാല്യൂസ്, ഹിസ്റ്ററി ആൻഡ് സ്റ്റോറി, ഇത് മൂന്നും ചേർന്നതാണ്. ഇതിനെ വേർതിരിച്ചറിയണം. അതിനെ വേർതിരിച്ചറിയണമെങ്കിൽ നമ്മൾ അതിനകത്തായിരിക്കണം. നമ്മൾ പുറത്തു നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം വളരെ സംശയത്തോടെ നോക്കുള്ളൂ. അതിനെ ഒരു യുക്തി സംബന്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയേ നോക്കുള്ളൂ. എല്ലാത്തിലും നമുക്ക് യുക്തി അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. കാരണം മനുഷ്യന് മനസ്സിലാകാത്ത വലിയ യുക്തിയാണ് ലോകം. ആ യുക്തിയെക്കുറിച്ചൊന്നും മനുഷ്യന് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമ്മളുടെ ചെറിയ ചെറിയ യുക്തികൾ വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനെയും വിലയിരുത്തുന്നത്. യുക്തി വേണോ എന്ന് ചോദിച്ചാൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ സാമാന്യ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ യുക്തിയെ മാത്രം വെച്ച് വിവേചനം ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. വാസ്തവത്തിൽ അകത്തേക്കുള്ള കണ്ണു തുറക്കാനായിട്ട് പ്രേരണയായത് അന്നത്തെ ആ ഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാ കാലത്തും എന്തിനേയും നിഷേധിക്കുന്ന ഒരു തലത്തിലേക്കും അല്ലെങ്കിൽ വിമർശന ബുദ്ധിയോടെ കാണുന്ന പല ചെറുപ്പക്കാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിനകത്ത് നിൽക്കുന്ന ഒരാൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പൊ ഭാരതീയ തത്വചിന്ത എന്ന് പറയുന്നത് അതിന് സമാനതകളില്ല. ലോകത്തിലെല്ലാ തത്വചിന്തയും അടങ്ങുന്നതാണ് ഭാരതീയ തത്വചിന്ത. അത് ഏതിനെ വേണമെങ്കിലും നമുക്ക് ആകർഷിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുക്രിസ്തുവിനെയും മുഹമ്മദ് നബിയെയും എല്ലാം നമ്മുടെ ദൈവങ്ങളായിട്ട് നമ്മൾ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ആരാധിക്കുന്നത്. മറ്റൊരു വിശ്വാസത്തിന് അത് സാധിക്കാതെ പലപ്പോഴും വരുന്നത് അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, അങ്ങനെ അങ്ങനെ ആ മതത്തിന്റെ ചട്ടക്കൂടിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഭാരതത്തിനൊരു മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതവുമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്തായാലും വളരെ അമൂല്യങ്ങളായിട്ടുള്ള, വളരെ സമ്പന്നമായിട്ടുള്ള ഒരു വലിയ സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അതിന്റെ ഓരോ അംശങ്ങളാണ് ഓരോ സമയത്ത് നമുക്ക് ലഭിക്കുന്നത്. ഭാഗവത സത്രം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മരട് ഭാവിയിൽ ഒരു തീർത്ഥസ്ഥാനമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അതുപോലെ ഇപ്പൊ 2ാമത്തെ തവണയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു മരട്, തൃപ്പൂണിത്തുറ നിവാസികളെല്ലാം മഹാഭാഗ്യവാന്മാരായി തീരുന്ന ഒരു മഹത് പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ശ്രീമദ് ഭാഗവത മഹാസത്രം. അതിൽ പങ്കാളിയാകാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ എളിവനായിട്ടുള്ള എനിക്ക് സാധിച്ചത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ആശംസ അറിയിക്കുന്നതിനായി മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീ ജിൻസൺ പീറ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, 43ാമത് അഖിലഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചത് കൊട്ടാരത്തിലമ്മയുടെ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. 2017 ആദ്യമായി ഇവിടെ ഈ സത്രം നടന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതിന് നേതൃത്വം നൽകിയ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ ജയൻ മാസ്റ്ററിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മരട് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിയപ്പെടുന്നത് മരട് കൊട്ടാരം ഭഗവതി ക്ഷേത്രം എന്ന പേരിൽ തന്നെയാണ്.
അതിന് നാളിതുവരെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ സത്രം വളരെ ഭംഗിയായ രീതിയിൽ നമുക്ക് എല്ലാവരെയും ഒത്തൊരുമയോടുകൂടെ ജാതിമത വ്യത്യാസമില്ലാതെ സംഘടിപ്പിക്കുവാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ദിവ്യ സാന്നിധ്യമായി ഈ സത്രത്തിലൂടെ നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി പ്രതിപക്ഷ നേതാവ് ശ്രീ AU വിജയനെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ അധ്യക്ഷൻ, എത്രയും പ്രിയപ്പെട്ട ശ്രീ G. ശ്രീകുമാർ, അതുപോലെ തന്നെ ഈ സത്രം ഓഫീസിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ച ഏറെ ബഹുമാന്യനായ തൃപ്പൂണിത്തുറയുടെ MLA ശ്രീ ദീപക് ചോയി, വേദിയിലെ ഏറെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുജനങ്ങൾ, 2017 35ാമത് ഭാഗവത സത്രം ഏറ്റെടുത്ത് വിജയിപ്പിച്ച ആ ഒരു അനുഭവവുമായിട്ടാണ് വീണ്ടും 45ാമത് ഭാഗവത സത്രം ഈ മരടിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തിത്വങ്ങൾ സൂചിപ്പിച്ചതുപോലെ മരടിൻ്റെ പെരുമ വീണ്ടും ഒരു സത്രം ഇവിടേക്ക് എത്തുന്നതോടുകൂടി ലോകം അറിയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു കൊച്ചു നഗരത്തെ നമുക്ക് ഈ സത്രത്തിലൂടെ എത്തിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ഈ കാലയളവിൽ ഭക്തിസാന്ദ്രമായ ആ ഒരു നിമിഷം ഈ മരടിലാകെ നമുക്ക് നിറഞ്ഞ സാന്നിധ്യമാക്കി മാറ്റുവാനും ഈ സത്രം കൊണ്ട് നമുക്ക് ഉപകരിക്കട്ടെ. നമുക്ക് ഈ സത്രത്തിൻ്റെ വിജയത്തിനു വേണ്ടി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജാതി മതഭേദമന്യേ പ്രവർത്തിക്കാൻ ഇത് തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഈ ഭാഗവത സത്രത്തിന് നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. കൃതജ്ഞത അറിയിക്കുന്നതിനായി മറ്റുകൊട്ടാരം ഭഗവതി ദേവസ്വം സെക്രട്ടറി ശ്രീ ശിവൻ ബാലകനെ ക്ഷണിച്ചുകൊണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മേ നാരായണ. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രത്തിൻ്റെ സ്വാഗത സംഘം ഓഫീസാണ് ഇന്ന് ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ G. ശ്രീകുമാർ സർ, ഈ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ ദീപക് ജോയ്, ഭദ്രദീപം കൊളുത്തിയ നമ്മുടെ മുതിർന്ന അംഗം ശ്രീ അരവിന്ദാക്ഷ മേനോൻ, ലോഗോ പ്രകാശനം ചെയ്ത നമ്മുടെ രക്ഷാധികാരി ശ്രീമതി അജിതാനന്ദകുമാർ, വെബ്സൈറ്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ PL ബാബു, ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് കൗൺസിലർ കൂടിയായ മരട് നഗരസഭ
വൈസ് ചെയർപേഴ്സൺ ശ്രീ ജിൻസൺ പീറ്റർ, മരട് നഗരസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ AU വിജു, എൻ്റെ മുന്നിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മറ്റു ഭാരവാഹികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ഡിസംബറിൽ 17-ാം തീയതി മുതൽ ആരംഭിക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. 35ാമത് ഭാഗവത സത്രത്തില് വൻ വിജയമാക്കി തീർത്ത മുൻ ഭരണാധികാരികൾ എന്ന് തന്നെ പറയാം, അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ അതിൽ പങ്കെടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്, അവർക്കൊക്കെ പ്രണാമം അർപ്പിക്കുന്നു. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം എല്ലാം കൊണ്ടും വൻ വിജയമായി തീർക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബഹുമാന്യനായ നമ്മുടെ ചെയർമാൻ ശ്രീ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ G. ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ദേവസ്വത്തിന് വേണ്ടിയും സത്ര നിർവഹണ സമിതിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയേറെ തിരക്കുകളുണ്ടായിട്ടും ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഇവിടെ വന്ന് ഈ സൽക്കർമ്മം ചെയ്തു തന്ന ബഹുമാനായ നമ്മുടെ MLA ശ്രീ ദീപക് ജോയ് അവർക്ക് ദേവസ്വത്തിൻ്റെയും സത്രസമിതിയുടെയും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ രക്ഷാധികാരി ശ്രീമതി അജിത നന്ദകുമാർ എത്ര തിരക്കുണ്ടെങ്കിലും മീറ്റിങ്ങുകൾ വിളിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് സഹായിക്കുന്ന മരട് നഗരസഭ ചെയർപേഴ്സൺ, ഈ ലോഗോന്റെ പ്രകാശനം നിർവഹിച്ച ശ്രീമതി അജിത നന്ദകുമാറിനും ഞാൻ ദേവസ്വത്തിന്റെ പേരിലും സത്ര നിർവഹണ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചെയർപേഴ്സൺ, എൻ്റെ കൂട്ടുകാരനും കൂടിയായ ശ്രീ PL ബാബു, അദ്ദേഹം പൂണിത്തുറ കൊട്ടാരത്തിൻ്റെ പഴയ സപ്താഹ കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു. കറക്റ്റാണത്. അവിടെ അന്ന് ഈ ത്രിമൂർത്തികൾ തന്നെയായിരുന്നു ആ ക്ഷേത്രം ഇന്ന് ഈ നിലയിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം. അത് ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ PL ബാബു അവർക്ക് ദേവസ്വത്തിൻ്റെയും സത്ര നിർവഹണ സമിതിയുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച നമ്മുടെ പ്രതിപക്ഷ വൈസ് ചെയർപേഴ്സൺ, മരട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീ ജിൻസൺ പീറ്റർ അവരുടെ ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ക്ഷണിച്ച ഉടൻ തന്നെ ഞാൻ എത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകിയ പ്രതിപക്ഷ നേതാവ് ശ്രീ AU വിജു അവർക്കും ഈ സമയം ഈ യോഗത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ദേവസ്വത്തിൻ്റെയും സത്ര നിർവഹണ സമിതിയുടെയും ക്ഷണം സ്വീകരിച്ച് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ചേരുവാരങ്ങൾ, NSS കരയോഗം, വനിതാ സമാജങ്ങൾ, പ്രത്യേകിച്ച് നാരായണ സമിതി, സങ്കീർത്തന സമിതി, അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഇന്ന് ഈ വേദിയിൽ ഈ സദസ്സിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഭദ്രദീപം പ്രകാശനം ചെയ്യാൻ എന്നേറ്റിരുന്ന തന്ത്രി അദ്ദേഹം ഇന്ന് എന്തോ തിരക്കുകൾ കൊണ്ട് വരാൻ സാധിച്ചില്ല. ആ സമയത്ത് തന്നെ കൊട്ടാരക്കരമ്മയുടെ നിയോഗമെന്ന പോലെ നമ്മുടെ അരവിന്ദൻ ചേട്ടൻ അത് ഭംഗിയായി നിർവഹിച്ചു. അദ്ദേഹത്തിനും ദേവസ്വത്തിൻ്റെയും സത്ര നിർവഹണ സമിതിയുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. 43ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ഭംഗിയായി നടത്തിത്തരുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശ്രീ പൂർണ്ണത്രേശ്വരിൻ്റെയും പരാശക്തിയായ കൊട്ടാരത്തിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം അറിയിക്കുകയാണ്. സത്ര
അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്ര സമിതിയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ചെയർമാൻമാരുടെയും യോഗം ഉടൻ തന്നെ ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. ഈ യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു.